ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ആനന്ദവർമ്മയ്ക്ക് അരികിലേക്ക് എത്തിയ വസുന്ധര ശ്യാമ പറഞ്ഞത് കേട്ട് അഖിലും ഒപ്പം നിന്നുകൊണ്ട് നമ്മളെ തകർക്കുകയായിരുന്നെന്നും നമ്മളോട് വലിയൊരു ചതി കാണിച്ചുവെന്ന് വസുന്ധര അഖിലിനെയും ശ്യാമയും കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഐശ്വര്യ ആനന്ദവർമ്മയുടെ മനസ്സ് മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നു. അഖിലും ശ്യാമയുമാണ് ഇന്ന് നമുക്ക് ആ ടെൻഡർ കിട്ടാതെ പോകാൻ അവിടുന്ന് ഇന്നത്തെ ലേലത്തിൽ നമുക്ക് ആ മിഷണറീസ് നേടിയെടുക്കാൻ കഴിയാതെ പോകാനുള്ള കാരണം അവർ മാത്രമാണെന്നും അവരുടെ ചതിയാണ് ഇതിന് പിന്നിലെന്നും വസുന്ധര പറഞ്ഞതുപോലെ ഐശ്വര്യയും ആവർത്തിച്ചു പറയുന്നു. ആനന്ദവർമ്മ ഒരിക്കലും അഖിലും ശ്യാമയും തങ്ങളെ ചതിക്കുകയില്ല എന്ന് ആനന്ദവർമ്മ വസുന്ധരയെയും ഐശ്വര്യയും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഐശ്വര്യ പറഞ്ഞു, പാവം എന്റെ അമ്മയുടെ അവസ്ഥ കണ്ടില്ലേ, ആകെ തകർന്നു പോയി. ഇത്രയേറെ സ്നേഹിച്ച അഖിൽ ആ ശ്യാമയ്ക്കൊപ്പം നിന്നുകൊണ്ട് അമ്മയെ തകർക്കുന്ന രീതിയിൽ, അമ്മയെ അവിടെ തോൽപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയത് എല്ലാവരുടെയും മുന്നിൽ പാവം അമ്മയല്ലേ നാണം കെട്ടത് എന്നൊക്കെ ഐശ്വര്യ വസുന്ധരയുടെ മനസ്സിൽ ശ്യാമയോടും അഖിലിനോടും വല്ലാതെ ദേഷ്യം തോന്നുന്ന വിധത്തിൽ സംസാരിക്കണം. അമ്മേ വാ അമ്മേ, അമ്മ പോയി റെസ്റ്റ് എടുക്ക്, മനസ്സാകെ തകർന്നിരിക്കുകയാണ് അമ്മയുടെ, അമ്മയായതുകൊണ്ടാണ് ഇത്രയും നേരം പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞത് കേട്ട് വസുന്ധരയുടെ മനസ്സിൽ വല്ലാത്ത വേദന തോന്നും. വസുന്ധര പോകാനായി റൂമിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ വസുന്ധര വീഴാൻ പോകുന്നത് പോലെ ആകുന്ന സമയത്ത് ഐശ്വര്യ കടന്നു പിടിക്കുന്നു. പാവം അമ്മ ആകെ തളർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് വസുന്ധരയുടെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് ഐശ്വര്യ വസുന്ധരയെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ സന്തോഷത്തിൽ അവിടെ നിന്ന് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ സമയത്ത് അഖിലും ശ്യാമയും ലേലം പിടിച്ചെടുത്തതിന്റെ സന്തോഷം അറിയിക്കാനായി അമൃത ശ്യാമയുടെയും അഖിലിന്റെയും അരികിലേക്ക് എത്തി. അഖിലും ശ്യാമയും കണ്ട് താങ്ക് യു ശ്യാമ, വളരെയേറെ സന്തോഷമുണ്ട് എന്ന് ശ്യാമയോടും അഖിലിനോടും നന്ദി പറയുന്ന അമൃതയോട് അഖിൽ പറഞ്ഞു, എന്തിനാണ് ഏട്ടത്തി ഞങ്ങളോട് നന്ദി പറയുന്നത്, സത്യത്തിൽ ഏടത്തിയോട് ഞങ്ങളല്ലേ നന്ദി പറയേണ്ടത് എന്ന് അഖിലും ശ്യാമയും അമൃതയോട് ചോദിച്ചു. അമൃത പറഞ്ഞു, അതെന്താ അഖിൽ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചതും, അല്ല കൃത്യസമയത്ത് ഈ 2 കോടി രൂപ അതെങ്ങനെ ഏട്ടത്തി സംഘടിപ്പിച്ചത്, സത്യത്തിൽ അമ്മയും ഐശ്വര്യടത്തിയും ഒക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് എവിടെ നിന്നാ ഈ 2 കോടി രൂപ കിട്ടിയതെന്ന്, അല്ല ശരിക്കും ഏടത്തി എങ്ങനെയാ ഈ 2 കോടി സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചതും ഉടനെ അമൃത പറഞ്ഞു, അച്ഛൻ എന്റെ പേരിൽ കുറച്ച് സ്വത്ത് അവിടെ വിഴിഞ്ഞം ഭാഗത്തായി എനിക്കായി മാറ്റി വെച്ചിട്ടുണ്ട്, എന്റെ പേരിൽ എഴുതി തന്നിട്ടുണ്ട്, അത് ലീസിന് കൊടുത്തു, ആ പണമാണ്. പിന്നെ സത്യത്തിൽ ഇവിടെ ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് നിങ്ങൾ കാരണം തന്നെയാണ്. ആ കൃത്യസമയത്ത് ആദ്യേട്ടനെ വിളിച്ച് അഹിയും ശ്യാമയും ഏത് വിധേനയും ഈ ഒരു ലേലം അത് പിടിച്ചെടുക്കാനും നമ്മുടെ കമ്പനി നേടാൻ പോകുന്ന ആ മിഷണറീസ് കൈക്കലാക്കാനായി ജഗന്നാഥനും മറ്റും അങ്ങനെ ഒരു നീക്കം നടത്താൻ പോകുന്നതിനെ കുറിച്ച് അങ്ങ് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു നീക്കം നടത്താൻ കഴിഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ സത്യത്തിൽ ജഗന്നാഥനും മായിയും ആ മിഷണറീസ് മുഴുവൻ തട്ടിയെടുക്കുമായിരുന്നു. അഖിലും ശ്യാമയും ആ ഒരു കാര്യം ആദ്യനെ വിളിച്ചു പറഞ്ഞത് കൊണ്ടാ തൽക്കാലം ഇങ്ങനെ ഒരു ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് അവരെ നേരിടാൻ സാധിച്ചതെന്ന് അമൃത പറയുമ്പോ ഉടനെ ശ്യാമ പറഞ്ഞു, അഖിൽ സാർ ഉടനെ വിളിച്ച് അച്ഛനോടെങ്കിലും കാര്യം പറയണം. അമ്മയും അച്ഛനും കരുതിയിരിക്കുന്നത്, ഐശ്വര്യടത്തെയും ഇപ്പോ ചിന്തിച്ചിരിക്കുന്നത് നമ്മൾ മനഃപൂർവ്വം നമ്മുടെ കുടുംബത്തെ തകർക്കാൻ നോക്കുന്നതാണ്, നമ്മുടെ കമ്പനിയെ തകർക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തതെന്നാണ്, പുതിയതായി തുടങ്ങാൻ പോകുന്ന കമ്പനിക്ക് വേണ്ടി ഈ മിഷണറീസ് ഞങ്ങൾ വാങ്ങിച്ചതെന്നാണ് ഇപ്പോ അമ്മയും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. തൽക്കാലം ആ തെറ്റിദ്ധാരണ അങ്ങനെ ഇരുന്നോടെ, ഞങ്ങളുടെ പുതിയ കമ്പനിക്ക് വേണ്ട മിഷണറീസ് അത് പുതിയതായിട്ട് തന്നെ വാങ്ങിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം പുതിയ കമ്പനി ആയതുകൊണ്ട് പുതിയ ഐറ്റംസ് വാങ്ങിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കിട്ടുമല്ലോ, അതുകൊണ്ട് പുതിയത് മേടിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്ന് കരുതി, അതാണ് എന്ന് അഖിൽ അറിയിച്ചു. അതുകൊണ്ട് ഇപ്പോ നമ്മൾ ലേലത്തിൽ പിടിച്ച ഈ മിഷണറീസ് എല്ലാം ഉടനെ തന്നെ നമ്മുടെ കമ്പനിയിലേക്ക് തന്നെ എത്തിച്ചേരും. ആ മിഷണറീസ് അവിടെ വന്നു കഴിയുമ്പോൾ മാത്രമാണ് അമ്മയും അച്ഛനും ഈ സത്യം അറിയുക. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അഖിൽ സാർ അച്ഛനോടെങ്കിലും ഇക്കാര്യം വിളിച്ചു പറ എന്ന് പറഞ്ഞതും അഖിൽ പറഞ്ഞു, ഒന്നുമില്ല അച്ഛനും ഇപ്പൊ അറിയണ്ട, ഇതൊരു സർപ്രൈസ് ആയിരുന്നോട്ടെ, ഇതെല്ലാം അവിടെ ചെന്ന് കഴിയുമ്പോൾ മാത്രം അച്ഛനും എല്ലാവരും അറിഞ്ഞാൽ മതി, ഈ ഇതെല്ലാം വാങ്ങിച്ചത് അങ്ങോട്ട് തന്നെ ആയിരുന്നു എന്നുള്ള സത്യം അങ്ങനെ അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ശ്യാമ പറഞ്ഞു, ഈ അഖിൽ സാറിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ശ്യാമ അങ്ങനെ സംസാരിച്ചേക്കുമ്പോ പെട്ടെന്ന് ശ്യാമയുടെ വയറ്റിൽ വല്ലാത്ത വേദന തോന്നുന്നു. ഉടനെ ശ്യാമ പറഞ്ഞു, അഖിൽ സാർ എനിക്ക് വല്ലാത്ത വേദന തോന്നുന്നുണ്ട് വയറിന് എന്ന് പറഞ്ഞപ്പോ അഖിൽ ചോദിച്ചു, എടോ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് ചോദിച്ചിട്ടും ശ്യാമ പറഞ്ഞു, വേണ്ട കുഴപ്പമില്ല. അപ്പോഴേക്കും അമൃത പറഞ്ഞു, അല്ല അഖി എന്താണ് പ്രശ്നം, വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാതിരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞതും, ഇല്ല ഞങ്ങൾ കാണിച്ചോളാം എന്ന് അഖിലും ശ്യാമയും വാക്ക് നൽകുന്നു. അതിനുശേഷം രാത്രിയാകാനായി കാത്തിരിക്കുന്നു അരുൺ. രാത്രിയായി എല്ലാവരും ഉറക്കമായെന്ന് മനസ്സിലാക്കിയതോടെ അരുൺ വേഗം ശ്രീകുട്ടിയുടെ അരികിലേക്ക് ചെന്നു. ശ്രീകുട്ടി വന്ന ഉടനെ തന്നെ പെട്ടെന്ന് അഖിൽ പുറത്തിറങ്ങി ഇങ്ങനെ നോക്കി വെക്കുമ്പോ ഡോറ്
പതുക്കെ തുറക്കുന്നത് അഹി അരുൺ കാണുന്നു. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ശ്രീകുട്ടി വന്നു. ശ്രീകുട്ടി വന്നതും അരുൺ പറഞ്ഞു, അതെ ആദ്യേട്ടനും ഏട്ടത്തിയും ഉറക്കമാണല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടും അതെ അതെ അങ്കിൾ എന്ന് പറഞ്ഞു. എന്നാ മോള് വാ എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെ വിളിച്ചുകൊണ്ട് അരുൺ വേഗം സ്റ്റെയർ ഇറങ്ങി താഴെ എത്തുന്നു. താഴേക്ക് സ്റ്റെയർ ഇറങ്ങി അരുണും അരുണും ശ്രീകുട്ടിയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ രണ്ടുപേരും കൂടി പുറത്തേക്ക് വരുന്ന ആ കാഴ്ച കണ്ട് അവിടെ വാതുക്കൽ മറ്റൊരാൾ നോക്കി നിന്നു. അരുൺ പെട്ടെന്ന് അവരുടെ മുന്നിൽ കൈയും കെട്ടി അങ്ങനെ നിൽക്കുന്ന ഒരാളെ കണ്ടതും അരുൺ ആകെ ഭയന്നു. തന്റെ മുന്നിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവരെ ചോദ്യം ചെയ്യുവാനായി ആദി മുന്നിൽ അങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടതോടെ അരുണിനോട് ആദി ചോദിച്ചു, എങ്ങോട്ടാ ഈ രാത്രിയിൽ? ഉടനെ അരുൺ പറഞ്ഞു, അതെ മോൾക്ക് മരുന്ന് വാങ്ങിക്കാൻ ചെറുതായിട്ട് ഒരു പനി ഉള്ള പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് മോൾക്ക് മരുന്ന് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൽ പോവാ, അല്ല ഹോസ്പിറ്റലിൽ പോവാ എന്നൊക്കെ ഇങ്ങനെ മാറി മറിച്ചും അരുൺ പറയുന്നു. അത് കേട്ടതോടെ ആദ്യ പറഞ്ഞു, ആദ്യം നീ ഏതാണെന്ന് ഉറപ്പിക്കടാ, ഗസ്റ്റ് ഹൗസ് ആണോ ഹോസ്പിറ്റലാണോ എന്ന് പറഞ്ഞു. അത് ഹോസ്പിറ്റലാ പോകുന്നത് എന്ന് അരുൺ പറഞ്ഞു. ഉടനെ ആദ്യ ചോദിച്ചു, അരുണെ നീ എന്നെ ഇങ്ങനെ വെറുതെ കബളിപ്പിക്കാനൊന്നും നോക്കണ്ട, ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല, നീ എന്റെ അനുജനാണെന്നുള്ള കാര്യവും നീ മറക്കണ്ട. നീ ഇപ്പൊ കാണിക്കുന്നത് നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ ജീവിക്കുന്ന നീ താലി കെട്ടിയ ഒരു പെൺകുട്ടിയുണ്ട്, അവരുടെ കണ്ണുനീരിന്റെ മുന്നിലൂടെയാണ് നീ ഇപ്പോൾ ഈ പുതിയ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ പോകുന്നത്. അതൊരിക്കലും ശാശ്വതമാകില്ല അരുണെ എന്ന് പറയുമ്പോ അരുൺ ദേഷ്യത്തോടെ ആദ്യം നോക്കി. ഇതിനിപ്പോ ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, എന്തൊക്കെ എതിർത്താലും ശരി, ഇന്ന് കാണണമെന്ന് തീരുമാനിച്ചാൽ ഞങ്ങൾ കാണുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് അരുൺ ശ്രീകുട്ടിയെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. ശ്രീകുട്ടിയോട് അരുൺ ശ്രീകുട്ടിയെയും വിളിച്ച് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഐശ്വര്യ താഴേക്ക് ഇറങ്ങി വന്നു. ഐശ്വര്യ പുറത്തേക്ക് ഇറങ്ങി അവിടെ വന്ന് നിൽക്കുമ്പോഴാണ് ആദി അത് കാണാതെ പുഞ്ചിരിയോടെ അങ്ങനെ നിൽക്കുന്നത്. ഈ സമയത്ത് ഐശ്വര്യ മനസ്സിൽ ഉറപ്പിച്ചു, അരുൺ ഈ രാത്രിയിൽ ശ്രീകുട്ടിയുമായി നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ട്, നിങ്ങൾ നോക്കിക്കോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അരുണും ശ്രീകുട്ടിയും കാറിൽ കയറി കാറും എടുത്ത് അവിടെ നിന്ന് പോകുന്നതിനായി കാത്തിരുന്നു. കാർ എടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ ഉടനെ തന്നെ വേഗം കാറിലേക്ക് ചെന്ന് കയറുകയാണ് ഐശ്വര്യ. ഐശ്വര്യ അടുത്ത കാറും എടുത്ത് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഐശ്വര്യയും കാർ എടുത്ത് പിന്നാലെ പോകുന്നു. ഈ സമയത്ത് അരുണിന്റെ വരവ് പ്രതീക്ഷ അരുണും ശ്രീകുട്ടിയും കൂടി വരുന്നത് കാണാനായി വാതിക്കലേക്ക് ഡോർ തുറന്ന് പുറത്തു വന്ന് നിൽക്കുകയാണ് അശ്വതി. ഇത്രയും നേരമായിട്ടും അവരെത്തിയില്ലല്ലോ, ഉടനെ എത്താറായെന്നാണല്ലോ അവർ പറഞ്ഞത്, എന്താ വൈകുന്നത് എന്നൊക്കെ ആശങ്കപ്പെട്ട് വാതിക്കൽ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി മുന്നിലേക്ക് വന്ന് പുഞ്ചിരിയോടെ നോക്കി നിന്ന്. സെക്യൂരിറ്റിയും ഐശ്വര്യയെ നോക്കി ചിരിച്ചോണ്ട് അങ്ങനെ നിൽക്കുമ്പോ ഐശ്വര്യ എന്താ കാര്യം എന്നറിയാതെ നോക്കുന്നു. അപ്പോഴേക്കും അയാൾ വേഗം മുകളിലേക്ക് കയറി വന്നത്. അതെ ഇന്ന് മറ്റേയാള് വന്നില്ലേ, തനിച്ചേ ഉള്ളോ എന്ന് ചോദിച്ചു. ഉടനെ എന്താണ് ചോദിച്ചത് എന്ന് ദേഷ്യപ്പെട്ടതും എനിക്ക് മനസ്സിലായി, മറ്റേയാള് വന്നില്ലേന്നാ ചോദിച്ചത് എന്ന് പറഞ്ഞതും ഉടനെ അശ്വതി പറഞ്ഞു, താൻ തന്റെ കാര്യം പോയി നോക്കടോ, താൻ പോയി ഡ്യൂട്ടി ചെയ്യ എന്ന് പറഞ്ഞ് അയാളുടെ പോകാനായി പറയുമ്പോഴേക്കും അയാള് പറഞ്ഞു, ഞാനാ തന്നെ രക്ഷിച്ചത്. അത് കേട്ടതും അശ്വതി നോക്കി, എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അതെ പോലീസിന്റെ കയ്യിൽ നിന്നേ ഞാനാ രക്ഷിച്ചത് എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ അശ്വതി ചോദിച്ചു, എന്താ പറഞ്ഞത്, താൻ എന്തായി പറയുന്നത്, എനിക്കൊന്നും പിടികിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ വീണ്ടും അശ്വതിയോട് പറഞ്ഞു, അതെ പോലീസ് ഇവിടെ നിന്നെ അന്വേഷിച്ച് വന്നിരുന്നു, നിന്റെ ഫോട്ടോ കാണിച്ച് നീ ഇവിടെ താമസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാനാ നീ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞയച്ചു വിട്ടത്, പോലീസിനോട് കളവ് പറഞ്ഞ് നിന്നെ രക്ഷിച്ചത് ഞാനാ എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ അങ്ങനെ ഒരു വാക്ക് കേട്ടതും ഉടനെ നിന്നെ രക്ഷിച്ചത് ഞാനാണെന്ന് പറഞ്ഞപ്പോഴേക്കും വീണ്ടും ആകെ ദേഷ്യത്തോടെ അശ്വതി സെക്യൂരിറ്റിയോട് പറഞ്ഞു, അതെ തന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്, ഞാനൊരു കുഴപ്പം കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അയാൾ ചോദിച്ചു, എന്തോ വലിയ കേസിൽ പെട്ടിട്ട് ഒളിവ് താമസിക്കുക അല്ലേ, എന്തായാലും കുഴപ്പമൊന്നുമില്ല, അതെ ഒരു പാലം ഇട്ടാലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ എന്ന് പറഞ്ഞ് അയാൾ സംസാരിക്കുമ്പോ അശ്വതി അയാളുടെ എടോ ഇറങ്ങി പോകാനല്ലേ തന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് അശ്വതി അകത്തേക്ക് പോകാനായി വാതിലിനരികിലെത്തി. പിന്നെ അയാൾ പറഞ്ഞു, ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ലെന്നേ, ഞാനൊരു സഹായം അങ്ങോട്ട് ചെയ്തില്ലേ, അപ്പൊ തിരിച്ചിങ്ങോട്ടൊരു സഹായം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ സെക്യൂരിറ്റിയുടെ പെരുമാറ്റം കണ്ട് അശ്വതി പറഞ്ഞു, മര്യാദയ്ക്ക് തന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. അത് കേട്ടതും അയാൾ പറഞ്ഞു, അങ്ങനെ നീ വലിയ പതിവൃതയാകാതെ, നിന്നെ കുറിച്ചൊക്കെ എനിക്കറിയാവല്ലോ എന്ന് പറഞ്ഞു അയാൾ വേഗം അശ്വതിയുടെ കയ്യിൽ കടന്നു പിടിച്ചു. അശ്വതി വിഡ്രോ എന്ന് പറഞ്ഞ് കൈ പെട്ടെന്ന് കുതിറി മാറ്റാനായി ശ്രമിച്ച ശേഷം ഉടനെ തന്നെ ആ സെക്യൂരിറ്റിയുടെ മുഖമടിച്ച് തല്ലുകൊടുത്തു. സെക്യൂരിറ്റിക്കിട്ട് അടി കിട്ടിയ ശേഷം സെക്യൂരിറ്റി വീണ്ടും നീ എന്നെ തല്ലിയല്ലേ എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ നോക്കുമ്പോൾ ഉടനെ തന്നെ സെക്യൂരിറ്റി അങ്ങനെ ദേഷ്യപ്പെടുന്നത് കണ്ട് അശ്വതി പറഞ്ഞു, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കൂ, അതാണ് തനിക്ക് നല്ലത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാനായി ദേഷ്യത്തോടെ പറഞ്ഞു.
അപ്പോഴേക്കും അവിടെ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നു. അശ്വതിയുടെ അരികിൽ നിന്ന് അയാൾ പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ നീ എന്നെ തല്ലിയല്ലേടി, നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അയാള് ആ ദേഷ്യത്തിന് വേഗം തന്നെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് സെക്യൂരിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അതെ, സാറേ, സാറ് കഴിഞ്ഞ ദിവസം അന്വേഷിച്ചു വന്നില്ലേ ഒരു ഫോട്ടോയായിട്ട്? ആ സ്റ്റേ ആ കോളനിയിലെ സെക്യൂരിറ്റിയായി വിളിക്കുന്നത്. സാർ അന്വേഷിച്ചു വന്ന പെൺകുട്ടി ഇവിടെ ഉണ്ട് സാറേ, അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാ എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ ജയേഷ് പറഞ്ഞു, ആണോ, ശരി, ഞാൻ ദാ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് ജയേഷ് ഫോൺ വെച്ചു. ഈ സമയത്ത് അരുണും ശ്രീകുട്ടിയും കൃത്യമായി ഐശ്വര്യ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നാലെ വരുന്ന ഐശ്വര്യയെ കാണുന്നു. ഉടനെ തന്നെ ഐശ്വര്യ തന്നെ ഫോളോ ചെയ്യണമെന്ന് മനസ്സിലാക്കിയ അരുൺ ശ്രീകുട്ടിയോട് പറഞ്ഞു, മോളെ പിടിച്ചിരുന്നോണം കേട്ടോ എന്ന് പറഞ്ഞ് അരുൺ വണ്ടിയുടെ സ്പീഡ് കൂട്ടി വേഗം തന്നെ ഐശ്വര്യയുടെയൊക്കെ ആ വീട്ടിലേക്ക് പോകുന്ന കോളനിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ആ വഴിയിലേക്ക് വേഗം തന്നെ അരുൺ കയറി. ഈ സമയത്ത് അരുണിന്റെ പിന്നാലെ വന്ന ഐശ്വര്യ ഏത് വഴിയിലേക്കാ അരുണിന്റെ വണ്ടി പോയതെന്നറിയാതെ ആകെ ആശങ്കയോട് നോക്കി. ദൈവമേ, ഇവിടെ 2 വഴിയുണ്ടല്ലോ, ഇതിലേത് വഴിയായിരിക്കും പോയിട്ടുണ്ടാവുക? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അരുൺ ഇനി അരുണ് എന്നെ കബളിപ്പിക്കാൻ കഴിയില്ല. അരുൺ ഇനി എവിടെ പോയാലും അവളെ എവിടെയാണെങ്കിലും ഞാൻ അരുണിന്റെ പിന്നാലെ വന്ന് അവളെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും, നോക്കിക്കോ എന്ന് ഐശ്വര്യ മനസ്സിൽ അരുണിനെ താൻ കണ്ടെത്തുമെന്നും അരുണിന്റെയും ഐശ്വര്യയുടെയും ബന്ധം താൻ കണ്ടുപിടിക്കുമെന്നും മനസ്സിൽ ഉറപ്പിച്ച് അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് ഐശ്വര്യ അരുണും ശ്രീകുട്ടിയും വരാത്ത ആകെ ടെൻഷൻ അങ്ങനെ നിൽക്കുമ്പോൾ വാതിക്കൽ ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട അശ്വതി ഓർത്തു, അരുണും ശ്രീകുട്ടിയായിരിക്കും എന്നുള്ള ആ സന്തോഷത്തിൽ വേഗം തന്നെ വാതിക്കലേക്ക് ഓടിയെത്തി. അവിടെ ജനൽ തുറന്ന് നോക്കുമ്പോൾ ജയേഷ് ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഉടനെ തന്നെ സെക്യൂരിറ്റി വേഗം തന്നെ ജയേഷിന് അരികിലേക്ക് എത്തി. സാർ, അവൾ ഇവിടെയുണ്ട് സാർ, ഇവിടെ തന്നെ ഉണ്ട് എന്ന് ജയേഷിനെ അയാൾ ചൂണ്ടിക്കാണിക്കണം. ഉടനെ സെക്യൂരിറ്റി തന്നെ ചതിച്ചല്ലോ, അവൻ പോലീസിനെ വിളിച്ചറിയിച്ചല്ലോ എന്ന് ആകെ വിഷമത്തോടെ അശ്വതി ഓർമ്മിച്ചു. ഇനി എന്ത് ചെയ്യും ദൈവമേ, എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുമെന്ന് ഓർത്ത് അശ്വതി വാതിൽ തുറക്കാതെ പുറത്തേക്ക് ഓടുന്നു. വാതിൽ തുറക്കാതെ അകത്ത് നിന്ന് വേഗം ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുമ്പോഴേക്കും വീണ്ടും അകത്തേക്ക് വാതിൽ തുറക്കടി എന്ന് പറഞ്ഞ് ജയേഷ് ബഹളം ഉണ്ടാക്കി. ജയേഷ് തള്ളിയതും വാതിൽ അകത്തേക്ക് തുറന്നു. ഉടനെ തന്നെ അശ്വതി പിന്നാമ്പുറത്തുകൂടി പുറത്തേക്ക് ഇറങ്ങി. അശ്വതി ഒരു കാരണവശാലും ജയേഷിന്റെ കയ്യിൽ പെടാൻ പാടില്ലെന്നുള്ള ആഗ്രഹത്തോടെ പിന്നാമ്പുറത്തോടെ ഓടി വരുമ്പോഴാണ് സെക്യൂരിറ്റി വാതിൽക്കൽ നിൽക്കുന്നത് കണ്ടത്. സെക്യൂരിറ്റിയുടെ മുന്നിലേക്ക് അശ്വതി ഓടിയെത്തി. മുന്നേ സെക്യൂരിറ്റി പറഞ്ഞു, അതെ സാർ, അവൾ ഇവിടെയുണ്ട്, ഓടി വാ സാറേ എന്ന് പറഞ്ഞ് അശ്വതിയെ ആ സെക്യൂരിറ്റി പിടിച്ചു നിർത്തുന്നു. അപ്പോഴേക്കും ജയേഷും മറ്റു പോലീസുകാരും കൂടി വേഗം അശ്വതിയുടെ അരികിലേക്ക് ഓടിയെത്തി. അശ്വതിയെ ആ കോൺസ്റ്റബിൾ ലേഡി പിടിച്ചു നിർത്തുന്നു. നീ എന്താടി കരുതിയത്, എന്നെ വെട്ടിച്ച് ഒളിവിൽ താമസിക്കാമെന്നോ എന്ന് ജയേഷ് ചോദിച്ചു. ഉടനെ അശ്വതിയെ പിടികൂടി അവിടുന്ന് ആ കോൺസ്റ്റബിളും ജയേഷും കൂടി അശ്വതിയുമായി അവിടെ നിന്ന് പോകുന്നു. അശ്വതിയെ ജീപ്പിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ആകെ വിഷമത്തോടെ അശ്വതി ജയേഷിനോടൊപ്പം ആ ജീപ്പിൽ ജയേഷിന്റെ നിർബന്ധപ്രകാരം ജീപ്പിലേക്ക് കയറുന്നു. ആകെ സങ്കടപ്പെട്ട് തന്നെ കാണാനായി വരുന്ന മോളെയും അരുണിനെയും കാണാൻ കഴിയാത്തതിന് നിരാശയേക്കാൾ ഉപരി ജയേഷിനെ കയ്യിൽ പിടിയിലായിപ്പോയല്ലോ എന്ന സങ്കടമായിരുന്നു ആ നിമിഷം അശ്വതിയുടെ മനസ്സിൽ.